എമ്പുരാൻ വിവാദം കത്തി നിൽക്കുമ്പോൾ ഭാര്യ സുപ്രിയയോട് പരസ്യമായി പൊട്ടിത്തെറിച്ച് നടനും സംവിധായകനുമായ പൃഥ്വിരാജ്. സിനിമ ഇറങ്ങുന്നതിന്റെ തലേ ദിവസം സുപ്രിയ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പ് BJP നേതാക്കളെ അടക്കം ചൊടിപ്പിച്ചിരുന്നു. അന്നു മുതൽ പലരും ഒഴിഞ്ഞും തെളിഞ്ഞും സുപ്രിയയെ കുറ്റപ്പെടുത്തിയിരുന്നു. ഇതിനെ തുടർന്നാണ് പൃഥ്വിരാജിന്റെ പ്രതികരണം. അതേസമയം ചിത്രത്തിന്റെ പ്രദർശനം തടയണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ നൽകിയ ഹർജി ഹൈക്കോടതി ശരിവച്ചിരിക്കുകയാണ്. BJP തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം VV വിജേഷാണ് ഹർജി നൽകിയത്. വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം, ഫിലിം സർട്ടിഫിക്കേഷൻ ബോർഡ്, ടീം എമ്പുരാൻ, സംസ്ഥാന പോലീസ് മേധാവി എന്നിവരെ എതിർകക്ഷികളാക്കിയാണ് ഹർജി. സിനിമ രാജ്യവിരുദ്ധത പ്രചരിപ്പിക്കുന്നുവെന്നും മതവിദ്വേഷത്തിന് കാരണമാകുന്ന സിനിമയുടെ പ്രദർശനം തടയണമെന്നും ഹർജിയിൽ ആരോപിക്കുന്നുണ്ട്. പൃഥ്വിരാജിനെതിരെയും ഹർജിയിൽ വിമർശനമുണ്ട്. പൃഥ്വിരാജ് തുടർച്ചയായി തന്റെ സിനിമകളിലൂടെ കേന്ദ്ര സർക്കാരിനെ അധിക്ഷേപിക്കുന്നെന്ന് ഹർജിയിൽ പറയുന്നു. അതേസമയം എമ്പുരാന്റെ പുതിയ പതിപ്പിൽ 24 വെട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. നേരത്തെ 17 വെട്ട് മാത്രമേ ഉണ്ടാവൂ എന്നാണ് പറഞ്ഞിരുന്നത്. പ്രധാന വില്ലന്റെ ബജ്രംഗി എന്ന പേര് ബൽദേവെന്നാക്കുകയും NIയുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ മ്യൂട്ട് ചെയ്യുകയും ചെയ്തതായി സെൻസർ രേഖയിൽ വ്യക്തമാക്കുന്നു. 2 മിനിറ്റ് 8 സെക്കൻഡ് ഭാഗങ്ങളാണ് നീക്കം ചെയ്തിരുന്നത്. മതചിഹ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ വാഹനങ്ങൾ കടന്നു പോകുന്ന സീനും സ്ത്രീകൾക്കെതിരായ അതിക്രമ സീനുകൾ മുഴുവനും ഒഴിവാക്കിയിട്ടുണ്ട്. പൃഥ്വിരാജ് അവതരിപ്പിച്ച സയ്യിദ് മസൂദും പിതാവുമായുള്ള സംഭാഷണത്തിലും ചില ഭാഗങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. നന്ദി കാർഡിൽ നിന്ന് സുരേഷ് ഗോപിയുടെ പേരും IRS ഉദ്യോഗസ്ഥനായ ജ്യോതിഷ് മോഹന്റെ പേരും ഒഴിവാക്കി. അതേസമയം എമ്പുരാന്റെ റീ എഡിറ്റിംഗ് സമ്മർദ്ദം മൂലമല്ലെന്ന് നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ വ്യക്തമാക്കുന്നു. ആരുടെയും ഭീഷണിയായി ഇതിനെ കാണരുതെന്നും വേറെ ഒരാളുടെ സംസാരത്തിൽ നിന്നല്ല ഇത് ചെയ്തതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. മാത്രമല്ല, ഞങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം ചെയ്തു, അത് വിവാദമാക്കേണ്ട കാര്യമില്ലെന്നും മോഹൻലാലിനും മറ്റ് അണിയറ പ്രവർത്തകർക്കും സിനിമയുടെ കഥ അറിയാമെന്നും പൃഥ്വിരാജിനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കേണ്ട കാര്യമില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറയുകയുണ്ടായി. ചിത്രത്തിന്റെ 3ാം ഭാഗം തീർച്ചയായും ഉണ്ടാകുമെന്നും ആന്റണി പെരുമ്പാവൂർ കൂട്ടിച്ചേർക്കുന്നു. സത്യം പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ BJP. ഒരു ഫിലിമിൽ അവരെ കുറ്റപ്പെടുത്തിയത് കണ്ടപ്പോൾ തന്നെ BJPയുടെ ധൈര്യമാകെ ചോർന്നുപോയി. എമ്പുരാനിൽ എല്ലാ പാർട്ടികളെയും മതങ്ങളെയും പറ്റി പറയുന്നുണ്ട്. എന്നാൽ മുട്ടുകൾ കൂട്ടിവെച്ചത് ഇവരുടേത് മാത്രമാണ്. ഇവന്മാരുടെ ഈ വെപ്രാളം കാരണം അന്നുണ്ടായതോ ഇതൊക്കെയാണെന്നുള്ള സത്യം ജനങ്ങളെല്ലാം മനസ്സിലാക്കുകയാണ് ചെയ്തത് എന്ന് വേണം പറയാൻ. യഥാർത്ഥത്തിൽ പൃഥ്വിരാജിനല്ല, സിനിമയ്ക്ക് വേണ്ടി ക്യാഷ് ഇറക്കിയവർക്കാണ് കോളടിച്ചത്. യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെയല്ലേ പ്രൊമോഷൻ കിട്ടുന്നത്. പറഞ്ഞു വരുമ്പോൾ സിനിമയ്ക്ക് മുൻപ് മോഹൻലാലും കൂട്ടരും കൊടുത്ത PR വർക്കിന്റെ ഇരട്ടിയാണ് സംഘികൾ സിനിമയ്ക്ക് ശേഷം നൽകിയതെന്ന് വേണം പറയാൻ.